omega-3 വെജിറ്റേറിയൻ സോഴ്സ് ആണ് ന്യൂട്രിചാർജ് വെജ് ഒമേഗ. ഇതിനേക്കാളും മെച്ചം ഇത് മാത്രം, അത്രേ പറയാനുള്ളൂ, വേറെ ഒന്നുമില്ല. കാരണം ഇത് വളരെ മോഡേൺ ടെക്നോളജിയോടെയും വളരെ റിസർച്ച് ചെയ്തിട്ടും വളരെ പാറ്റന്റഡ് ടെക്നോളജി കൂടിയാണ്. കാരണം ഈ ന്യൂട്രിചാർജ് വെജ് ഒമേഗ പോലത്തെ ഒരു ഒമേഗ ഇനി ഇന്ത്യയിൽ വേറൊരു കമ്പനിക്കും ഇറക്കാൻ പറ്റത്തില്ല. അത് മനസ്സിലാക്കുക. ഇത് ന്യൂട്രിചാർജിന് വേണ്ടി മാത്രമുള്ളതാണ് ഈ ഒരു ടൈപ്പ് ഓഫ് omega-3 ക്യാപ്സൂൾ. അപ്പൊ എങ്ങനെയാണ്, അതെന്താണ് സ്പെഷ്യാലിറ്റി, നമുക്ക് പതിയെ പഠിക്കാം. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന്റെ അകത്തുള്ള DHA എന്ന് പറയുന്നതും omega-3 എന്ന് പറയുന്നതും ഇതിനകത്തുള്ള omega-3 എന്ന് പറയുന്നതും വെജിറ്റേറിയൻ ആണ്. അതുപോലെ ഇതിന്റെ വെളിയിൽ ക്യാപ്സൂളിന്റെ ആവരണം ഉണ്ടായിരിക്കുന്നത്, ആ സ്കിൻ അവിടെ, അതും വെജിറ്റേറിയൻ ആണ്. അപ്പൊ രണ്ടരത്തിലും ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് വെജിറ്റേറിയൻ. അതുകൊണ്ട് ഇതാണ് പച്ച നിറം അടിച്ചിരിക്കുന്നത്, വെജിറ്റേറിയൻ. അപ്പോൾ വെജിറ്റേറിയൻ ആയതുകൊണ്ട്, അതുപോലെ ഹൈ ക്വാളിറ്റി ആയതുകൊണ്ട് ഈ വെജിറ്റേറിയൻ ഒമേഗ, ഈ ന്യൂട്രിചാർജിന്റെ വെജ് ഒമേഗ നമുക്ക് ഏത് കാറ്റഗറിയിൽപ്പെട്ട ആൾക്കും കൊടുക്കാം. അതായത് നോൺ വെജിറ്റേറിയൻ ആരും കൊടുക്കാം, വെജിറ്റേറിയൻ ആരും കൊടുക്കാം. ഓക്കെ, ഇനിയിപ്പോ നമുക്ക് നോക്കാം. ഈ ആവരണം എന്ന് പറഞ്ഞാൽ കെരാറ്റിൻ ഒരു ചെടിയുടെ സത്താണ്. അത് കടലിനടിയിൽ തന്നെ കിട്ടുന്ന ഒരു സത്താണ്. അതിലാണ് കെരാറ്റിൻ എടുത്തിരിക്കുന്നത്. അപ്പൊ ആവരണം അതുകൊണ്ടാണ് ഉണ്ടാക്കിയിരുന്നത്. ഇൻസൈഡ് എന്ന് പറയുന്നത് പായലിൽ നിന്നും എടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഏറ്റവും അധികം റിച്ച് സോഴ്സ് ആയിട്ട് വെജിറ്റേറിയൻ ഒമേഗ ഉള്ളത് അതിന്റെയും കൂടി മിക്സ് ആയിട്ടാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ അതിന്റെ മുമ്പേ അവിടെ വരെ എത്തുന്നതിന് മുമ്പ് നമുക്ക് ചില ഫാക്ട്സ് omega-3 പറ്റി മനസ്സിലാക്കാം. omega-3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഥവാ നിങ്ങൾ അത് ഓയിൽ ഫോമിലാണ് കുടിക്കുന്നത്, അത് പെട്ടെന്ന് കേടായി പോകും. കാരണം എൻവയറമെന്റ് ഓപ്പൺ ആകുമ്പോഴേക്കും അത് കേടാവും. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ചെറിയ ബോട്ടിൽ മേടിച്ചിട്ട് നിങ്ങൾ വീട്ടിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്പൂണ് കഴിക്കാൻ മാത്രമേ അതിന്റെ ഫുൾ ക്വാളിറ്റി കിട്ടത്തുള്ളൂ. ഇല്ലെങ്കിൽ ബാക്കി മുഴുവനും അറ്റ്മോസ്ഫിയറിക് പ്രഷർ, അതിന്റെ ഒരു കണ്ടാമിനേഷൻ കൊണ്ടോ അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിക് ആയിട്ട് ഡയറക്റ്റ് കോൺടാക്ട് വരുന്നതുകൊണ്ടോ അത് ചീത്തയായി പോകുന്നതാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ. അതുകൊണ്ട് omega-3 എന്ന് പറയുന്നത് ആ ഒരു ഇൻഗ്രീഡിയന്റ് എലിമെന്റ് ക്യാപ്സൂൾ ചെയ്തിട്ട് എൻവയറമെന്റുമായിട്ട് ഒരു കാരണവശാലും ഒരു തരത്തിലുള്ള ബന്ധം ഉണ്ടാക്കാതിരിക്കുന്ന omega-3 ആണ് ഏറ്റവും നല്ലതും എസെൻഷ്യലും. അത് ആ ഒരു ദിവസത്തെ ഡോസ് എത്രയാണോ അതനുസരിച്ചിട്ട് ആ ഒരു കറക്റ്റ് ഡോസ് ആ ക്യാപ്സൂളിലേക്ക് ഫിക്സ് ചെയ്തിട്ട് നമ്മൾ ഇറക്കാൻ പറ്റിയാൽ അതാണ് ഏറ്റവും ബെസ്റ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് നമ്മളുടെ ഈ ഒരു ന്യൂട്രിചാർജ് വെജ് ഒമേഗ. അതിന്റെ യഥാർത്ഥ ഡോസ്, കറക്റ്റ് ഡോസ്, എവറി ഡോസ് അത് ആ ക്യാപ്സൂളിൽ ശരിയായ രൂപത്തിൽ അളന്ന് പിടിച്ച് ആ മോഡേൺ ടെക്നോളജിയോടെ ഇതിൽ ഫിറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇതില് ടോട്ടൽ ഒമേഗ എന്ന് പറയുന്നത് 420 മില്ലിഗ്രാം ആണ്, 420 മില്ലിഗ്രാം. കാരണം നമുക്കറിയാം ഒമേഗ എന്ന് പറഞ്ഞാൽ 369 ഒക്കെ പറഞ്ഞാൽ ഒത്തിരി ഭേദങ്ങളുണ്ട്. അപ്പൊ എല്ലാം കൂടിയിട്ട് 420 ഒമേഗയാണ്. പക്ഷെ അതിൽ വേണ്ട നമുക്ക് അത്യാവശ്യമായിട്ടുള്ള വെജ് ഒമേഗ എന്ന് പറയുന്നത് omega-3 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 250 മില്ലിഗ്രാം. ഓക്കെ, 250 മില്ലിഗ്രാം ആണ്. ഓക്കെ, അപ്പൊ ഇനി നോക്കേണ്ടതെന്ന് വെച്ചാൽ omega-3 എന്ന് പറയുന്നത് അല്പമെങ്കിലും ചൂട് കിട്ടിയാൽ, ഓക്കെ, അല്പമെങ്കിലും ഹീറ്റ് ആയാൽ അത് തീരെ കേടായി പോകുന്നുള്ളതാണ്. വളരെ അധികം കേടാവും, അത് ഡെസ്ട്രോയ് ആയി പോകും. omega-3യുടെ ഒരു ഗുണവും പിന്നെ അതിൽ കാണത്തില്ല. അതുകൊണ്ട് നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഫ്രീ റാഡിക്കൽസ് നമ്മുടെ ശരീരത്തിൽ ഡെവലപ്പ് ആവും. ആ ഫ്രീ റാഡിക്കൽസ് ആണല്ലോ ശരീരത്തിന് ദോഷം ചെയ്യുന്നത്. അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു ഒറ്റ കാര്യം മനസ്സിലാക്കേണ്ടുള്ളൂ. അങ്ങനത്തെ ഒമേഗകൾ നമ്മൾ ചൂടോടെയോ അല്ലെ ചൂടുള്ള ഹീറ്റ് ചെയ്തതോ ഒമേഗകൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ശരീരത്തിൽ ഗുണത്തിനേക്കാളും അത് ദോഷം ചെയ്യുമെന്നതാണ് സാരം ഇവിടെ പറയുന്നത്. കാരണം എന്താ പറയുക, വെളിയിൽ കിട്ടുന്ന പല omega-3 ക്യാപ്സൂളുകളും നമുക്ക് കടയിലേക്ക് മേടിക്കാൻ ഇതിനേക്കാളും വിലപിടിച്ച് നമ്മുടെ ന്യൂട്രിചാർജ് വെജ് ഒമേഗയേക്കാളും വിലപിടിച്ചതും അതേപോലെ പല രൂപത്തിലുള്ള ഒരു കമ്പനി പറയുന്നതായിട്ടുള്ള omega-3 കിട്ടാനുണ്ട്. പക്ഷെ ആ omega-3 മുഴുവൻ തന്നെ ഇങ്ങനത്തെ ഒരു പ്രോസസ്സ് കൂടിയാണ് വരുന്നത്. അതുകൊണ്ട് അതിനൊക്കെ ഓൾറെഡി അപ്പൊ ആ ക്വാളിറ്റി നമുക്ക് വേണ്ടത്ര കിട്ടത്തില്ലാന്നേ ഉള്ളൂ. പക്ഷേ നമ്മളെ ന്യൂട്രിചാർജ് വെജ് ഒമേഗ കോൾഡ് പ്രസ് ടെക്നോളജിയിൽ കൂടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതായത് അതിന്റെ ഉൽപാദനം നടക്കുന്ന ആ കാലയളവ് മുഴുവൻ തന്നെ ഒരു സ്ഥലത്തും അത് ഹീറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അത് വളരെ സേഫ് ആൻഡ് സെക്യൂർ ആയിട്ടുള്ള omega-3 ഓയിലാണ് നമ്മുടെ ഈ വെജ് ഒമേഗ ക്യാപ്സൂളിന്റെ അകത്ത് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അതുകൊണ്ട് ഒരു കാര്യം കൂടി പറയാം, നമ്മൾ ഈ വെജ് ഒമേഗ കഴിക്കുമ്പോൾ ചൂട് പാലിന്റെ കൂടെയോ അല്ലെ ചൂട് ചായയുടെ കൂടെയോ അല്ലെ ചൂട് വെള്ളത്തിന്റെ കൂടെയോ കഴിക്കരുത്. കാരണം എത്രയും ചൂടിൽ നിന്ന് തന്നെ അകറ്റാൻ പറ്റുന്നുവോ അത്രയും നല്ലതായിരിക്കും. അതിന്റെ റിസൾട്ടും അത്രയും ഉത്തമമായി കിട്ടും നമുക്ക്. അപ്പോൾ ന്യൂട്രിചാർജും വെജ് ഒമേഗ മാത്രമാണ് അബ്സല്യൂട്ട്ലി സേഫ് ആൻഡ് അബ്സല്യൂട്ട്ലി ബെനിഫിഷ്യൽ ഒരു വ്യക്തി അത് കഴിച്ചാൽ. അങ്ങനെ ഒരു ക്യാപ്സൂൾ ഡെയിലി കഴിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ജീവിതത്തിൽ omega-3യുടെ റിക്വയർമെന്റ് ഏകദേശം പൂർത്തീകരിക്കുന്നതാണ്. പക്ഷേ ശരീരം വളരെയധികം കൊഴുപ്പുള്ള ശരീരം വളരെയധികം ഫാറ്റിയാണ്, ഒബേസ് ആണ്. അങ്ങനെയുള്ള ആൾക്കാരാണെങ്കിൽ 1, 2, 3 വരെ പോകാന്നുള്ളതാണ്. മനസ്സിലായില്ലേ? പിന്നെ അസുഖം, ഈ സാധാരണഗതിയിലുള്ള അസുഖങ്ങളൊന്നുമില്ലാത്ത ശരീരമാണെങ്കിൽ 1, 2 കഴിക്കാം.
പക്ഷെ വേറെ അസുഖങ്ങളുണ്ട്. ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖമുണ്ട്, കൊളസ്ട്രോൾ ഉണ്ട്, മുട്ടുവേദനയുണ്ട്, അങ്ങനത്തെ പ്രശ്നം ഞാൻ നേരത്തെ കാണിച്ച അസുഖങ്ങളൊക്കെ നിങ്ങൾ ബാധിക്കുന്നുണ്ടെങ്കിൽ ഒരു ക്യാപ്സൂളും കൂടി അധികം കഴിക്കുന്നതിൽ വലിയ പ്രശ്നമൊന്നുമില്ല. 3 നേരവും ഭക്ഷണത്തിന് കഴിക്കുന്നുള്ളതാണ്. ഓക്കെ, ഹൗ മച്ച് ടു ടേക്ക്? സാധാരണഗതിയിൽ ഒന്നേ കഴിക്കണ്ടു. സാധാരണഗതി ഒന്നേ കഴിക്കണ്ടു. ബാക്കിയൊക്കെ ഞാൻ പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലായി, പിന്നെ പറഞ്ഞില്ല. ഹൂ ഷുഡ് ടേക്ക്? ആരൊക്കെ കഴിക്കണം? 14 വയസ്സ് തികഞ്ഞത്, അതായത് 14 years ആൻഡ് എബവ്, ആൺകുട്ടികൾ പെൺകുട്ടികളും അങ്ങനെ പറയുന്നില്ല. 14 വയസ്സിന്റെ മുകളിലുള്ള പുരുഷനും സ്ത്രീകളും, മെയിൽ ആൻഡ് ഫീമെയിൽ, എല്ലാവരും കഴിക്കണം. അത് നമുക്ക് വേണമെങ്കിൽ 10 വയസ്സ് വരെ ആക്കാം. കാരണം 10 വയസ്സ് മുതലുള്ള കുട്ടികൾക്ക് കൊടുക്കാത് കേട്ടെ. അഥവാ നിങ്ങൾ കുറച്ചും കൂടി താഴെയുള്ള കുട്ടികൾക്ക് കൊടുക്കാൻ 10 വയസ്സ് മുതൽ കൊടുക്കാം. പക്ഷെ അതിന്റെ താഴെ കൊടുക്കണം. ഓക്കെ, അത് മനസ്സിലാക്കണം. ഫോർ എ ലോങ് ടൈം നമുക്കറിയുന്ന കാര്യമാണ്. ഇത് ഒത്തിരി കാലം നമുക്ക് ആവശ്യമുള്ളത്. കാരണം നമുക്ക് ഹൃദയം ആവശ്യമാണ് എല്ലാ കാലവും. നമുക്ക് മുട്ട്, എല്ല്, മസിൽസ്, ശരീരത്തിന്റെ ഓരോ അവയവങ്ങൾ നമുക്ക് മരിക്കുന്നവരെ ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് ഭക്ഷണം അതുപോലെ ആവശ്യമുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് എല്ലാ കാലയളവ് മുഴുവനും വേണം. ജീവിക്കുന്ന കാലഘട്ടത്തിൽ മുഴുവൻ നമുക്ക് വേണമെന്ന് പറഞ്ഞാൽ നമുക്കിത് ഇതുപോലെ തന്നെ omega-3 വേണം അതിനെ സപ്ലിമെന്റ് ചെയ്യാൻ. അപ്പൊ omega-3 ഫോർ എ ലോങ് ടൈം നമ്മൾ കഴിക്കണം. വെൻ ഷുഡ് ബി ടേക്കൺ? അതേ ഉള്ളൂ. ബ്രേക്ക്ഫാസ്റ്റ്, അത് ഒരു ഗുളിക കഴിക്കുന്ന ആളാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം കഴിക്കുക. ഇപ്പോൾ 1, 2, 3 ഗുളിക കഴിക്കുന്നതാണെങ്കിൽ എപ്പോഴും ഭക്ഷണത്തിന്റെ ശേഷം കഴിക്കുക. അതായത് ഉച്ചക്ക് മീൽസിന് ശേഷം കഴിക്കുക, ലഞ്ചിന് ശേഷം കഴിക്കുക, രാത്രി ഡിന്നറിന് ശേഷം കഴിക്കുക. ഓക്കെ, ഇനി നമ്മൾ കമ്പാരിസണിലേക്ക് പോകാന്ന് വെച്ചാൽ വീണ്ടും പറയുന്ന പോലെ ഒരു കമ്പാരിസൺ ഒന്നും ഇതിലില്ല. ഓക്കെ, എന്താ കമ്പാരിസൺ നോക്കാം. ടോട്ടൽ നമ്മളുടെ omega-3 SH നമ്മളുടെ ക്യാപ്സൂള് 250 മില്ലിഗ്രാം. ഓക്കെ, അപ്പൊ പെർ ഡേ, അതായത് ഒരു ക്യാപ്സൂളാണ് നിങ്ങൾ കഴിക്കുന്നത്. ഒരു സോഫ്റ്റ് വെജ് ക്യാപ്സൂളിന്റെ, ന്യൂട്രിചാർജ് വെജ് ഒമേഗയുടെ ഒരു വെജ് സോഫ്റ്റ് ക്യാപ്സൂളിന്റെ വില വെറും 6 രൂപയായിട്ട് ഇരിക്കുന്നു. അത് വെജിറ്റേറിയൻ കൂടിയാണ്. ഇനി നമ്മൾ അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ അടുത്തൊരു പ്രൊഡക്റ്റിനെ പറ്റി നോക്കിയാൽ ന്യൂട്രാലൈറ്റിന്റെ, അതിൽ അവരുടെ പേര് തന്നെ സാൽമോൺ omega-3 ആണ്. അപ്പൊ സാൽമോൺ omega-3 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, സാൽമോൺ എന്ന് പറഞ്ഞ ആ ഒരു മത്സ്യത്തിൽ നിന്നാണ് അത് വെജാവാൻ ചാൻസ് ഇല്ല. അപ്പൊ അത് നോൺ വെജ് ആണ്. അവർ പറയുന്നുണ്ട് അവിടെ നോൺ വെജിന്റെ ചിത്രമാണ് കാണിച്ചിരിക്കുന്നത്. 300 മില്ലിഗ്രാം ക്യാപ്സൂൾ ചേർത്തിട്ടുണ്ട്. പക്ഷെ അതൊരു നോൺ വെജിറ്റേറിയൻ സോഴ്സ് ആയതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും തന്നെ അത് കൊടുക്കാൻ പറ്റത്തില്ല, എല്ലാവർക്കും കഴിക്കാൻ പറയാൻ പറ്റത്തില്ല. പക്ഷെ ഇങ്ങനെ പോയി കഴിഞ്ഞാലും പെർ ഡേ അതിന്റെ വില 24 മാറുന്നുണ്ട്. ഒരു സോഫ്റ്റ് ക്യാപ്സൂളിന്റെ വിലയാണ്. അത് ജെൽ ക്യാപ്സൂളാണ്. നമ്മളത് വെജ് സോഫ്റ്റ് ക്യാപ്സൂളാണ്. മറ്റേ ഈ ഇവിടെ കാണിച്ചിരിക്കുന്ന ന്യൂട്രാലൈറ്റിന്റെ ജെൽ സോഫ്റ്റ് ക്യാപ്സൂളാണ്. ഓക്കെ, അപ്പൊ ഇതാണ് വ്യത്യാസം. ഒന്ന് വെജാണ്, ഒന്ന് ജെലാറ്റിൻ ആണ്. അപ്പോൾ ഇത് 24 രൂപ കൊടുക്കുകയും വേണം, എന്നാൽ അതിൻ്റെതായ ഗുണം കിട്ടത്തില്ല, എല്ലാവർക്കും കൊടുക്കാൻ പറ്റത്തില്ല. ഇനി ഇങ്ങോട്ട് പോയി ന്യൂട്രോവ എന്ന് പറയുന്നത്, അത് നോക്കുക, സോഫ്റ്റ് ക്യാപ്സൂൾ ആണ്. 75 മില്ലിഗ്രാം omega-3 മാത്രമേ ഉള്ളൂ. അത് ആവശ്യത്തിന്റെ എത്രയാണോ നമുക്ക് ആവശ്യം അതിനേക്കാൾ വളരെയധികം കുറവുമാണ്. പക്ഷെ പെർ സോഫ്റ്റ് ക്യാപ്സൂൾ 20 രൂപയാണ്. അപ്പൊ നോക്കിയാൽ നമുക്ക് ഒരിക്കലും ആരോടും ഇത് മുമ്പിൽ വെച്ച് കഴിഞ്ഞാൽ ന്യൂട്രിചാർജ് വെജ് ഒമേഗ എവിടുന്ന് ആരും പിക്കപ്പ് ചെയ്യത്തുള്ളൂ. ബാക്കിയായിട്ട് ഒരു കോമ്പറ്റീഷൻ ഇല്ല, ക്വാളിറ്റി വൈസ് ഓർ പ്രൈസ് വൈസ്. ഓക്കെ, അതാണ് നമുക്കിവിടെ മനസ്സിലാകുന്നത്. അപ്പൊ ന്യൂട്രിചാർജ് വെജ് ഒമേഗ നമ്മളിപ്പോൾ ഇത്രയും നേരം കൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് ഒരു കാര്യം മനസ്സിലായി, എന്താ വെച്ചാൽ ഇത് ഏതൊരു വ്യക്തിയും, ഞാൻ സാധാരണ ക്ലാസ് എടുക്കുമ്പോൾ പറയുന്നത് പോലെ, ജീവനുള്ള ഏതൊരു വ്യക്തിയും ഇത് കഴിച്ചിരിക്കണമെന്നാണ്. 10 വയസ്സിന്റെ മുകളിലുള്ള ജീവനോടെയുള്ള ഏതൊരു വ്യക്തിയും ന്യൂട്രിചാർജ് വെജ് ഒമേഗ, ഏതെങ്കിലും രോഗമാണെങ്കിൽ, ഏതെങ്കിലും ഒരു രോഗത്തിന് വേണ്ടി മരുന്ന് കഴിക്കുന്ന ആളാണ്, ഓൾറെഡി അങ്ങനത്തെ ഒരു അസുഖമുണ്ട്, അങ്ങനത്തെ ആൾക്കാരാണെങ്കിൽ അതിന്റെ എണ്ണം കൂട്ടണം. ശരീരം വലിയ ഒബീസാണ്, വലിയധികം ഫാറ്റി ബോഡി ആണെങ്കിൽ അതിന്റെ എണ്ണം കൂട്ടണം. സാധാരണഗതിയിലല്ലാണെങ്കിൽ ഒരു ക്യാപ്സൂൾ മാത്രം കഴിച്ചാൽ മതി. 1 കഴിക്കാം, 2 കഴിക്കാം, 3 കഴിക്കാം, കുഴപ്പമില്ല. പക്ഷെ എല്ലാം ഭക്ഷണത്തിന് ശേഷം ഒരു ഗ്ലാസ് വെള്ളത്തിന്റെ കൂടെ കഴിക്കാം. അപ്പോൾ ബാക്കി ന്യൂട്രിചാർജ് പ്രൊഡക്ട്സിന്റെ കൂടെയും നമ്മൾ ഇതും കൂടി കഴിച്ചാൽ നമ്മുടെ ശരീരം വളരെ ഹെൽത്തി ആൻഡ് പെർഫെക്റ്റ്ലി ഫിറ്റ് ആയിരിക്കും, രോഗത്തിൽ നിന്ന് മുക്തിയായിരിക്കും. അതുകൊണ്ട് നമുക്ക് അങ്ങനെ പെട്ടെന്ന് രോഗം വരത്തില്ല. അതുപോലെ നിങ്ങൾക്കറിയാം, നമ്മുടെ ചർമ്മം ഒക്കെ വളരെ ഹെൽത്തി ആയിരിക്കും, നമ്മുടെ ശരീരത്തിന്റെ സെൽസ് വളരെ ഹെൽത്തി ആയിരിക്കും. അതുകൊണ്ട് മാരക രോഗങ്ങൾ വരാനുള്ള ചാൻസസും വളരെ അധികം കുറവായിരിക്കും. ഓക്കെ, സോ താങ്ക് യു വെരി മച്ച്.